അല്ലടാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ ഒരു സംഭവം അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഓപ്പോ എന്തിനായിരിക്കും ഈ ഒരു ഫോണ് ഇപ്പം ഇറക്കിയത്? ഫൈൻഡ് X9, ഫൈൻഡ് X9 Pro, ഫൈൻഡ് X9 Ultra എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോണുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ഓപ്പോൻ്റെ പുതിയ ഫോണാണ് ഫൈൻഡ് X9s എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഈ ഫോണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ X9ൻ്റെ ഫീച്ചേഴ്സിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.59 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, 3820 ഹെഡ്സിൻ്റെ PWM ഡിമ്മിങ്, 3600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 7025 mAhൻ്റെ ബാറ്ററി, സെയിം നമ്മുടെ X9ൻ്റെ കപ്പാസിറ്റി. ഓൾമോസ്റ്റ് കാണാനും ലുക്ക് സെയിം ആണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിൻ്റെ 9500S എന്ന് പറഞ്ഞ ചിപ്സെറ്റ് കുറച്ച് പെർഫോമൻസ് കുറവാണ് 9500നേക്കാളും. സോ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഫോണ് എന്തിനാണ് ഇറക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ X9നേക്കാൾ കുറച്ച് പ്രൈസ് കൂടിയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വന്നിട്ടുണ്ടാവുക. റീസെൻ്റ്ലി നമ്മൾ കണ്ടു X300 എന്ന് പറഞ്ഞ ഫോണിനേക്കാൾ പ്രൈസ് കൂടിയിട്ടായിരുന്നു അതിൻ്റെ ഫാൻ എഡിഷൻ അല്ലെങ്കിൽ ഫാഷൻ എഡിഷൻ ആയിട്ടുള്ള X300F ഇറക്കിയത്. അപ്പോൾ ഒരു പക്ഷേ വിലക്കയറ്റം മൂലം നമ്മുടെ ആ ഒരു ഫോണിൻ്റെ സ്പെക്കിൽ നിന്ന് കുറച്ച് സ്പെക്ക് കുറച്ചിട്ട് പുതിയ പ്രൈസിൽ ഇറക്കുന്ന ഒരു ഡിവൈസ് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ഡിവൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യാമറ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, സാമ്പിൾസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, വീഡിയോഗ്രാഫിക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഫോണാണ്. നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാമായിരിക്കും. ബൈ, ജിനോടെ ക്ലോസ്. എന്നാൽ എന്തിനായിരിക്കും ഓപ്പോ ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ടാവുക?